സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെ ആശാവഹമായ സന്തോഷകരമായ ഒരു വിധി സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതായത് നമ്മുടെ നാട്ടിൽ ഏറെക്കാലമായി ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നൊരു വിഷയം മറ്റൊന്നുമല്ല, തെരുവു നായകളെ കൊണ്ടുള്ള ശല്യം. അക്രമാസക്തരായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പാഞ്ഞു നടക്കുന്ന തെരുവു നായകൾ കൊണ്ട് ആളുകൾ പൊറുതിമുട്ടിയിരിക്കുന്നൊരു പ്രത്യേക ഘട്ടത്തിൽ സുപ്രീം കോടതി 2 ദിവസം മുമ്പ് സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന സംഗതി, അപകടകാരികളായ തെരുവു നായകളെ കൊല്ലാം എന്നാണ്. ജനങ്ങളുടെ ജീവനാണ് പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. മനുഷ്യർക്ക് കടിയേൽക്കാതെ ജീവിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ മൗലികമായ അവകാശമാണ് എന്നാണ് കോടതി വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇസ്ലാമികമായി എന്നും ഇസ്ലാം മനുഷ്യരോട് ഏറ്റവും കൂടുതൽ കരുണ കാണിച്ചിട്ടുള്ള മതമാണ്. ഇസ്ലാമിക ശരീഅത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽപ്പെട്ട ഒരു തത്വമാണ് മനുഷ്യൻ്റെ ജീവൻ വളരെ സുരക്ഷിതമായിരിക്കണം എന്നുള്ളത്. മനുഷ്യജീവന് വലിയ വിലയാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. നമ്മൾ ചിന്തിക്കണം, ഈ വിധി ആശാവഹമായൊരു വിധി തന്നെയാണ്. ഇസ്ലാമികമായ രീതിയിലും പരിശുദ്ധ ഇസ്ലാം മനുഷ്യരോട് ഉപദ്രവമുണ്ടാക്കുന്ന ഏത് വസ്തുക്കളെയും കൊല്ലുവാൻ തന്നെയാണ് കൽപ്പിച്ചിട്ടുള്ളത്. എല്ലാ ജീവികളെയും നിഷ്കരുണം ഇങ്ങനെ കൊന്നുകളയുക എന്നുള്ളതല്ല ഇസ്ലാം പറഞ്ഞതിൻ്റെ അർത്ഥം. മറിച്ച് അക്രമാസക്തയാകുന്ന, അതേപോലെ തന്നെ മനുഷ്യനെ കടിക്കുന്ന ആ വിധത്തിലുള്ള ഉപദ്രവമേൽപ്പിക്കുന്ന ജന്തുക്കൾ, അതിൽപ്പെട്ടതാണ് ഈ നിലക്കുള്ള വിഷനായകളും കടിക്കുന്ന നായകളുമൊക്കെ. അവയെ നിയന്ത്രിക്കുവാൻ, അവയെ എവിടെയാണെങ്കിലും കൊല്ലുവാൻ ഇസ്ലാം അനുവദിച്ചു തന്നിരിക്കുകയാണ്. ഇതിൻ്റെ അർത്ഥം ഇസ്ലാം ഇങ്ങനെ എല്ലാ നായകളെയും കണ്ടയിടത്ത് വെച്ച് ക്രൂരമായി കൊന്നുകളയണം എന്ന് പഠിപ്പിക്കുന്നു എന്നല്ല. ആ നിലക്കുള്ള ഒരു നായവിരോധം വളർത്തുന്ന മതമാണ് ഇസ്ലാം എന്നും മനസ്സിലാക്കേണ്ടതില്ല. മറിച്ച് ഈ നിലക്ക് ഹദീസിലെ വാചകം തന്നെ നമുക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് എന്താണ്? കൊല്ലൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഈ രൂപത്തിലുള്ള ജന്തുക്കളെ പരിചയപ്പെടുത്തിയപ്പോൾ അതിൽ ഒന്ന് എണ്ണിയത് അൽ കൽബുൽ അഖൂർ എന്നാണ്. കടിക്കുന്ന നായ, അക്രമാസക്തരായ നായ, ആ വിധത്തിലുള്ള വിഷം പരത്തുന്ന, മനുഷ്യനെ ഉപദ്രവമേൽപ്പിക്കുന്ന അത്തരം നായകളെ കൊല്ലുവാൻ തന്നെയാണ് ഇസ്ലാം പറയുന്നത്. ഏത് ജീവികളെ കൊല്ലുമ്പോഴും അതിൻ്റെതായ നിയമങ്ങൾ ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചു എന്നുള്ളത് അതിൻ്റെ കാരുണ്യത്തിൻ്റെ വശമാണ്. ഇതൊക്കെ മൃഗസ്നേഹം പറയുന്ന ആളുകൾ പലപ്പോഴും മനുഷ്യനുടേതായ എല്ലാ മൗലികമായ അവകാശങ്ങളെയും കളഞ്ഞുകുളിക്കുന്ന ഒരവസ്ഥയാണെന്ന് രാജ്യത്ത് നേരിട്ട് കൊണ്ടിരിക്കുന്നത്. സ്കൂൾ കുട്ടികൾക്ക് സ്കൂളുകളിൽ പോകാനാവില്ല, കലാലയങ്ങളിലേക്ക് പോകാനാകുന്നില്ല. സമാധാനാന്തരീക്ഷത്തിൽ കുട്ടികളെ പുറത്തുവിടാനോ അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കോ പൊതുജനങ്ങൾക്കോ നടന്നു പോകുവാനോ സഞ്ചരിക്കുവാനോ, എന്തിനേറെ ബൈക്കുകളിലും സൈക്കിളുകളിലും പോലും സഞ്ചരിച്ചാൽ പിന്തുടർന്ന് ആക്രമിക്കുന്ന നായകളുടെ, തെരുവ് നായകളുടെ വിളയാട്ടം നമ്മുടെ കേരളത്തിൻ്റെ ഏത് ഗ്രാമങ്ങളിലാണെന്ന് കാണാത്തത്. ഇത്തരം ഒരു ഘട്ടത്തിൽ സുപ്രീം കോടതിയുടെ ഈ ഒരു നിരീക്ഷണവും ഈ ഒരു പ്രത്യേകമായ അഭിപ്രായ പ്രകടനവുമൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണത് ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെതായ കാര്യങ്ങൾ എത്രയും വേഗം വളരെ ആലോചിച്ച് ചിന്തിച്ചത് നടപ്പിൽ വരുത്തേണ്ടത്. ഇതൊക്കെ പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്, ഇസ്ലാം ഇങ്ങനെ ഒരു നായവിരോധം പറയുകയാണ് എന്ന്. ഇസ്ലാമിൽ ഏത് ജീവികളോടും കാരുണ്യം കാണിക്കണം എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് മനസ്സിലാക്കണം. ഇസ്ലാം ഏത് കാര്യത്തെ സംബന്ധിച്ചും അടിസ്ഥാനപരമായി പഠിപ്പിച്ചൊരു തത്വമുണ്ട്. ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലുള്ളത് മുഴുവനും നിങ്ങൾക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ മനുഷ്യന് ഉപകാരത്തിനാണ് എല്ലാ വസ്തുക്കളും. മനുഷ്യന് ഉപദ്രവമുണ്ടാക്കുന്ന വസ്തുക്കളാണെങ്കിൽ മനുഷ്യജീവനാണ് അവിടെ വില കൽപ്പിക്കേണ്ടത് എന്നതാണ് ഇസ്ലാം അവിടെ മുൻഗണന നൽകുന്നത്. ഇസ്ലാമിൽ നായകളെ ഏതെല്ലാം കാര്യങ്ങളിൽ ഉപയോഗപ്പെടുത്തുവാൻ അനുവാദം തന്നു എന്നുള്ളതും പരിശുദ്ധ ഖുർആനിൻ്റെയും അതുപോലെ തന്നെ ഹദീസുകളുടെയും വെളിച്ചത്തിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളുമാണല്ലോ. നമുക്കറിയാം, വേട്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന നായകളെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ മനുഷ്യർക്ക് വീടിന് കാവൽ നിൽക്കുവാൻ, മൃഗങ്ങൾക്ക് കാലികൾക്ക് കാവൽ നിൽക്കുവാൻ, കൃഷിയിടങ്ങളിൽ കാവൽ നിൽക്കുവാനൊക്കെ കാവലിൻ്റെ ആവശ്യാർത്ഥം നായകളെ വളർത്താം. ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ പല കേസുകൾ തെളിയിക്കുവാൻ
പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ നിയമപാലകന്മാരും ഒക്കെ ഇന്ന് പോലീസ് നായകളെ ഉപയോഗിച്ചു വരുന്നു. മയക്കുമരുന്നിന്റെ സാന്നിധ്യം കണ്ടെത്തുവാൻ ഉപയോഗിച്ചു വരുന്നു. ഈ രൂപത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം. എന്നാൽ യാതൊരു ആവശ്യവുമില്ലാതെ വെറും ഒരു ആഡംബരവും പ്രത്യേകമായിട്ടുള്ള ഏതോ ഒരു ഫാഷൻ സംസ്കാരത്തെയും മനസ്സിൽ കണ്ടുകൊണ്ട് ഒരാവശ്യവുമില്ലാതെ വീടുകളിൽ ഇങ്ങനെ വളർത്തുപട്ടികളെ വളർത്തിയുണ്ടാക്കുന്നത് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തി എന്ന് മാത്രമല്ല, അത് മനുഷ്യന്റെ പുണ്യകർമ്മങ്ങളെ ഡെയിലി ദിനേനയെന്നോണം അവന്റെ സൽക്കർമ്മങ്ങളിൽ കമ്മി വരുത്തും, അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടും എന്ന് സഗൗരവം പഠിപ്പിച്ചു തന്നിരിക്കുകയുമാണ്. ഇസ്ലാം ശുചിത്വത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ശുദ്ധീകരണത്തിന്റെ ഭാഗമായി നായയുടെ ഉമിനീര് തട്ടിയ നായ തലയിട്ട പാത്രം 7 തവണ കഴുകണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. അതിലൊന്ന് മണ്ണ് കൊണ്ടായിരിക്കണം എന്നുള്ളതും ഇസ്ലാം പഠിപ്പിച്ചു. എന്നാൽ നിങ്ങൾ നോക്കൂ, നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ ഒരു പാപിയായ സ്ത്രീ അവൾ സ്വർഗാവകാശിയായി മാറി. ദാഹിച്ചു വലഞ്ഞ ഒരു നായക്ക് വെള്ളം കൊടുത്ത ഒരു വ്യക്തി സ്വർഗാവകാശിയായി മാറി എന്ന് പറയുമ്പോൾ നായകളെ കണ്ടയിടത്ത് വെച്ച് അതിനെ കൊല്ലണമെന്നോ നായവിരോധമെന്നോ ഒന്നുമല്ല ഇസ്ലാം ഇതിലൂടെ പഠിപ്പിച്ചു തരുന്നത്. അതൊക്കെ അതിൻ്റെ ഒരു വശം മാത്രമാണ്. മൃഗസ്നേഹമില്ലാത്തത് കൊണ്ടോ മൃഗങ്ങളെ സ്നേഹിക്കാത്തത് കൊണ്ടോ മൃഗങ്ങളോട് ക്രൂരത കാണിക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല ഇത്. മനുഷ്യജീവനാണ് പ്രധാനം. മനുഷ്യരുടെ ജീവന് ഏറ്റവും വലിയ വിലയുണ്ട്. അതിന് ഹാനികരമാകുന്ന നിലക്കുള്ള ഒരു മൃഗസ്നേഹം ആര് പ്രകടിപ്പിക്കുന്നതും ശരിയല്ല. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി അടുത്ത ദിവസങ്ങളിലായി അഭിപ്രായപ്പെട്ടിട്ടുള്ള ഈ ഒരു നിരീക്ഷണം എത്രയും വേഗം ബന്ധപ്പെട്ട ആളുകൾ അത് നടപ്പിലാക്കുന്ന കാര്യം ആലോചിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും സമാധാനാന്തരീക്ഷത്തോടുകൂടി ജീവിക്കുന്ന ഒരു സാഹചര്യം എല്ലായിടങ്ങളിലും ഉണ്ടായിത്തീരുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.